ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും വീണ്ടും റിമാൻഡ് ചെയ്ത് കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. അതിനിടെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി. മുഖ്യപ്രതി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് തന്ത്രിയെന്ന് എ പത്മകുമാർ മൊഴി നൽകി. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ആർ അരുൺരാജ് ചേരുന്നു. അരുൺരാജ്, മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അവരുടെ റിമാൻഡ് നീട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴിയും പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ്കുമാർ, ഇന്ന് കോടതിക്ക് ഉള്ളിൽ നടന്ന സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ്. മുരാരി ബാബുവിന്റെയും ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെയും റിമാൻഡ് കാലാവധി കഴിഞ്ഞതിന് പിന്നാലെയാണ് കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് നീട്ടിയത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. അടുത്ത മാസം 11 വരെ റിമാൻഡിൽ ഇരുവരും വീണ്ടും തുടരും. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഈ കേസിന് ഡൈവേർഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ തന്ത്രി കണ്ഠരര് രാജീവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു എ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരശേഖരണത്തിലേക്കും കൂടുതൽ അന്വേഷണത്തിലേക്കും കടക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് ഇപ്പോൾ SIT കടന്നിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഈ തന്ത്രിയുമായുള്ള ബന്ധം അത് കൂടുതൽ അറിയുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം ഇപ്പോൾ SIT ടീം ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തി തന്നതും ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഉൾപ്പെടുത്തിയതും തന്ത്രിയാണ് എന്ന നിർണായകമായ മൊഴിയാണ് ഈ പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ വാസ്തവമുണ്ടോ എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഈ മൊഴി പൂർണ്ണമായും തള്ളുകയോ കൊള്ളുകയോ അന്വേഷണ സംഘം ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട തന്ത്രിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴി വീണ്ടും ശേഖരിക്കാനാണ് അന്വേഷണ സംഘം നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. അല്പസമയത്തിനകം തന്നെ ഈ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകും. അദ്ദേഹത്തെ കൂടി കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുവരും. അദ്ദേഹത്തെ റിമാൻഡിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. കാരണം വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും. വീണ്ടും കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. ഇതിനുശേഷമായിരിക്കും വീണ്ടും ഒരു കസ്റ്റഡി അപേക്ഷ നൽകി കൂടുതൽ പ്രതികളെ ഒരുമിച്ചിരുത്തി അടക്കമുള്ള ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്ക് മുറുകുന്നു. കണ്ഠരര് രാജീവർക്കെതിരെ മൊഴി നൽകിയിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും CPIM നേതാവുമായ എ പത്മകുമാർ. വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന് ആർ അരുൺരാജ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.